ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. പാല് ഒട്ടുമിക്ക വീടുകളിലും മേടിക്കുന്നതാണല്ലേ. അപ്പോൾ ചിലവർക്ക് അതിൻ്റെ പാട ഇഷ്ടമല്ല. പക്ഷേ പാട നമുക്ക് നല്ല ഒരു മോയ്സ്ചറൈസാണ് കേട്ടോ. അത് വെറുതെ എടുത്ത് പുറത്ത് കളയൊന്നും വേണ്ട. അത് പാട എടുത്ത് വെച്ചിട്ട് നെയ്യാക്കണ രീതികളൊക്കെ അറിയാലോ. വീട്ടമ്മമാർക്കാകുമ്പോൾ അത് നന്നായിട്ട് അറിയണ ഒരു കാര്യമാണ്. ചില കുട്ടികൾക്ക് പാട കണ്ടാൽ ഛർദ്ദിക്കാനായിട്ട് വരും. അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കെന്താ ചെയ്യാച്ചാ നമ്മള് ചിലപ്പോ അവരാ പാടയൊക്കെ എടുത്ത് കളയും. അപ്പൊ നമ്മള് തുടക്കത്തില് ആ പാട എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യുമ്മെ തേച്ച് കൊടുക്കാം. കാലുമ്മെ ഡ്രൈനെസ് ഒക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. വെറുതെ മുഖത്തിട്ടാലും നല്ലതാണ്. ചിലവർക്കത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റില്ല. അത് അവർക്ക് കുരുക്കളും പിന്നെ ഓട്ടോമാറ്റിക് അവരെ ശരീരം ഓയിലിയാണ്. മുഖമൊക്കെ ഓയിലിയാണ്. അപ്പൊ അവരൊന്നും ചെയ്യണ്ട. പക്ഷേ ഡ്രൈ സ്കിന്നുകാരൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പാലിൻ്റെ പാടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് പാലിൻ്റെ പാട വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മാറ്റി വെച്ചതാണ് ഞാൻ. പാലിൻ്റെ പാട കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചത്. ഇതിന്ന് നമ്മൾക്ക് ഈ കയ്യിലിട്ട് ചാലിച്ച്, അതായത് അങ്ങനെ ആക്കേണ്ട കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ വെറുതെ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്നിട്ടായാലും സിമ്പിളായിട്ട് നമുക്ക് മുഖത്ത് ഇടാവുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ മുഖമൊക്കെ നല്ലപോലെ വൃത്തിയിൽ കഴുകി വന്നതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഇത്രയ്ക്കുള്ള പാലിൻ്റെ പാടിയുണ്ടല്ലോ, അത്രയും എടുക്കുന്നുണ്ട്. നമുക്ക് ഇത് മുഴുവൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ നമുക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിലേക്ക് വയ്ക്കുക. അതിലോട്ട് ഒരു 2-3 ഒറ്റ് തേൻ. ഇതൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കിന്നുകളൊക്കെ നാശമാക്കി കളയുന്നേക്കാളും നല്ലത് ഇതേപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ കേട്ടോ. അത് ഇല്ലാത്തവർ മേടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനുള്ളത് പറഞ്ഞിട്ട് മേടിച്ചോളൂ. 2 തരം ഗ്ലിസറിൻ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു 2-3 തുള്ളി തന്നെ ഒഴിച്ചാൽ മതി. നമുക്ക് അധികം ലൂസ് ആവണമെന്ന് വേണ്ട. 2-3 തുള്ളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇതെല്ലാം ഇതേപോലെ മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പാലിൻ്റെ പാടയും തേനും മാത്രമായാലും മതി കേട്ടോ. അത് ഡെയിലി മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ട് മാറാനും അതേപോലെ തന്നെ ആ കറുത്ത പാടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് സ്കിന്നിന് ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാറിപ്പോകാനൊക്കെ ആയിട്ട് ഡ്രൈനെസ്സൊക്കെ മാറാൻ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഐറ്റമാണ് ഈ ഒരു കാര്യം. നമ്മളിത് മുഖത്തിട്ടത് പോലും അറിയില്ല കണ്ടോ. നമ്മുടെ കയ്യിലേക്ക് ആക്കാവുന്നതേ വേണ്ടൂ. ഇതിട്ട് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക. അത്ര നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഒരു തുണ്ട് പാലിൻ്റെ പാടരെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാതും നല്ല രീതിക്ക് തേച്ച് കൊടുക്കുക. അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇനി എടുത്ത് കളയാനായിട്ട് നിൽക്കുമ്പോൾ പറയടാ മക്കളെ, എനിക്കത് ആവശ്യമുണ്ട്, നമ്മുടെ കയ്യും കാലും മോക്കൊന്ന് സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് മേടിച്ചിട്ട് നമ്മളത് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യുക കേട്ടോ. നമ്മൾ പലതും പാത്രത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് കയ്യിലേക്ക് ആക്കുക. മുഖത്തുണ്ടെന്ന് പോലും നമുക്കത് ഫീൽ ചെയ്യില്ല. ഇനിയിപ്പോൾ ഇത്തിരി നേരം കൂടുതൽ മുഖത്ത് കിടന്നാലും കുഴപ്പമില്ല. പക്ഷേ ഗ്ലിസറിൻ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മളിതിടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ മസാജ് കൊടുക്കുക. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടാണ്. അത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുളിച്ചിൽ വന്നിട്ട് മസാജ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. അപ്പോഴാണ് ഈ ചുളിവുകൾ പോകുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ നെറ്റി പിടിച്ചിട്ട് അത് ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നതാണ്. പക്ഷെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഉണ്ടാ ഇവിടെയൊക്കെ നമ്മുടെ മുടികൾ വന്നു തുടങ്ങിയതാണ് കേട്ടോ. നെറ്റിയൊക്കെ കയറി പോയോടത്തുനിന്ന് നമ്മുടെ മുടികളൊക്കെ വന്നു തുടങ്ങിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ കവിളിൽ ചെയ്യുമ്പോൾ നല്ല റൗണ്ടിൽ ചെയ്യും. ഇതിനൊക്കെ നമുക്ക് ഇത് തേക്കാൻ 1 മിനിറ്റ്, ഇത് ചാലിക്കാൻ 1 മിനിറ്റ്, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 1 മിനിറ്റ്, അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യുക. ഒരു 10-20 മിനിറ്റ് നേരം മുഖത്തിടുക. അത്രയ്ക്ക് വേണ്ടു കേട്ടോ. അപ്പോൾ ഇതിനുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ട കാര്യമുള്ളൂ. അതുപോലെ കണ്ണിൻ്റെ അവിടെ തേക്കുമ്പോൾ നല്ല രീതിക്ക് മസാജ് കൊടുക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ ഇത് നമ്മൾ ഓയിലി ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
നമ്മളിവിടെ കണ്ണിൻ്റെ അവിടെ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ കൊണ്ട് മുട്ടിക്കണേ. അതുപോലെ തന്നെ കവളിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ കവള് തൂങ്ങണതും അതുപോലെ തന്നെ വല്ലാണ്ട് ഇങ്ങനെ ചീർമതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് അടിപൊളിയാണേ. നമുക്ക് ഈ കവളിനെ വല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചിരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു തൂങ്ങി കിടക്കണ പോലെ ഉണ്ടാവില്ല, അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ഇത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പാലിൻ്റെ പാട് അറിയാമല്ലോ, നല്ല സ്മൂത്തായിട്ട് പോണതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടാകും. ഡബിൾ ചിന്ന് വരുന്നതൊക്കെ നമുക്ക് കുറയാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ കഴുത്തിലേക്കൊന്നും ഇടണില്ല കേട്ടോ, നിങ്ങളിടുമ്പോൾ കഴുത്തിലേക്കൊക്കെ ഇട്ടോളൂ. അപ്പോൾ പറ്റുകയാണെങ്കിൽ കുളിക്കുമ്പോൾ ചെയ്താലും നല്ലതാണ്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഒക്കെ ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ നമ്മുടെ മുഖത്ത് അത് ഉണ്ടെന്ന് പോലും തോന്നണില്ല. നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴേ നമ്മുടെ മുഖത്തൊരു ഗ്ലേസിങ് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ കൈ ചെല്ലുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നെറ്റിയുടെ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു എൻഡിങ്ങിൽ കൊണ്ടുവന്ന് അമർത്താൻ നോക്കുക. അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നാലും ഈ ഒരു ചെറുതായിട്ടുള്ള ഈ എക്സർസൈസെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടും ഇതാണ് ചെയ്യേണ്ടത്. കണ്ടോ? സെറ്റ്. ഇത്രയ്ക്ക് നമുക്ക് കാര്യം ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾക്ക് നല്ല പോലെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ്. ഓയിൽ സ്കിന്നുകാർ ഇത് ചെയ്യാൻ നിൽക്കണം. ഡ്രൈ സ്കിന്നുകാർ അവരുടെ സ്കിന്ന് നോർമൽ സ്കിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ പലരുടെയും പല സ്കിന്നാണല്ലോ. സാധാരണ നോർമൽ സ്കിന്നുകാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ കൈമ തേച്ച് കൊടുത്താൽ കയ്യിൻ്റെ ആ ചുളിവുകളും ഡ്രൈനസ്സൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അതൊക്കെ കയ്യിലേക്ക് ഇങ്ങനെ അബ്സോർവ് ആയിട്ട് പോകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.